പ്രിയമുള്ളവരെ, ഞാൻ ശങ്കർജി കോങ്ങാട്, ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രഷററാണ്. ദയ 4ാമത് മെഗാ പായസം ചാലഞ്ചിന്റെ ജനറൽ കൺവീനർ എന്ന പദവി കൂടി വഹിക്കുന്നു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 4ാമത് പായസം ചാലഞ്ച് 150 പേർക്ക് ചികിത്സാ ധനസഹായം കൊടുക്കുന്നതിനാണ്. ദയയ്ക്ക് മാസം മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ ധനസഹായ അപേക്ഷകൾ കഴിഞ്ഞ 4 മാസത്തിലധികമായി ദയയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ക്യാൻസർ, കിഡ്നി അതുപോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന പാവപ്പെട്ട രോഗികളാണ് നമുക്ക് അപേക്ഷകൾ തരുന്നത്. അത് കൃത്യമായ വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചികിത്സാ ധനസഹായം അനുവദിക്കുന്നത്. ദയയുടെ ഉന്നത അധികാര സമിതി അനുവദിച്ചിരിക്കുന്ന 150 പേർക്കുള്ള ചികിത്സാ ധനസഹായം നൽകുന്നതിന് വേണ്ടിയാണ് 4ാമത് പായസം ചാലഞ്ച്. ദയയുടെ 1, 2, 3 മെഗാ പായസം ചാലഞ്ചിലൂടെ 6 വീടുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. ദയയ്ക്ക് ഇപ്പോൾ 21 ദയാഭവനങ്ങളായി. ഇത് നമ്മൾ 9 സോണുകളാക്കി തിരിച്ച്, പാലക്കാട് ജില്ലയിൽ 8 സോണും എറണാകുളം ജില്ലയിൽ 1 സോണും 9 സോണുകളാക്കി തിരിച്ച് വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോണുകൾ തമ്മിലുള്ള മത്സരമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇത് ജൂലൈ മാസം 18-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മൾ പായസം വിതരണം നടത്തുന്നത്. നമ്മൾ പായസം വാങ്ങി കഴിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മികച്ച പുണ്യം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് എല്ലാവരും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിനൊക്കെ പോകുമ്പോൾ മികച്ച സഹകരണമാണ്. കാരണം ദയ 2015 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദയയെക്കുറിച്ച് ആർക്കും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏറ്റവും സുതാര്യമായും ജനകീയമായും പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം, ഒരു സ്നേഹ സൗഹൃദ കൂട്ടായ്മ, ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ 4ാമത് പായസം ചാലഞ്ച് വിജയിപ്പിക്കാൻ എല്ലാവരും കൈമൈ മറന്ന് സഹായിക്കണം. പായസം വേണ്ടാത്തവർ സംഭാവനയായി നൽകി സഹായിക്കണം. 300 രൂപ മാത്രമാണ് 1 ലിറ്ററിന്റെ പാലട പാക്കറ്റിന്റെ വില. മേനോൻ കാറ്ററിംഗിന്റെ, വടവന്നൂർ മേനോൻ കാറ്ററിംഗിന്റെ പായസമാണ്. 5 പേർക്ക് 53 മാസമായി നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി മാറ്റിവെച്ച് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ആത്മഹത്യക്ക് ചിന്തിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ 15 പേർക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ 53ാമത്തെ മാസം പിന്നിട്ട് കഴിഞ്ഞു 15 പേർക്ക്. അതിന് നമ്മൾ ഈ ഫണ്ടുകൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഈ 150 പേരുടെ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. എല്ലാ നന്മ മനസ്സുകളോടും നമുക്ക് അപേക്ഷിക്കാനുള്ള ഒറ്റ കാര്യമാണ്: നിങ്ങൾ പായസം വാങ്ങിക്കഴിക്കൂ, പുണ്യം നേടൂ, പാവപ്പെട്ടവരെ സഹായിക്കൂ എന്നുള്ളതാണ്. നമ്മളൊരു പായസം വാങ്ങിക്കഴിക്കുമ്പോൾ അതിൽ നിന്നൊരു തുക ഒരു പാവപ്പെട്ട രോഗിക്ക് കിട്ടുന്നു, ഒരു വിഹിതം എന്നാണ് ഇതിന്റെ പ്രത്യേകത. 2ാമത്, പായസം ആവശ്യമില്ലാത്തവർ ഈ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന തന്നാൽ തീർച്ചയായിട്ടും അത് 150 രോഗികളുടെ കൈകളിൽ എത്തിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും പരിപൂർണ മനസ്സോടെ വലിയ പിന്തുണ പായസം ചാലഞ്ചിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.